ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഊണിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം പോലുള്ള എല്ലാവിധ ഡ്രൈ പകളുടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കണവ അഥവാ കൂന്തൽ കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ കറി കഴിക്കാനായിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളത് ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ ഇത്ര ടേസ്റ്റി ആയിട്ട് കൂന്തൽ കൊണ്ടുള്ള അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിവിടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ടായി തന്നെ ഒരു പാത്രം ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് കോട്ടഡായ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് മൺചട്ടിയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി നുറുക്കിയത് ഇട്ടുകൊടുക്കാം. ഒരു 3 പച്ചമുളക് സ്ലൈസായി നുറുക്കിയത്, ഒരു തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസ് 1.5 സബോള നീളന് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള അത്യാവശ്യം വഴണ്ട് കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയൊക്കെ ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം പൊടികളൊക്കെ മിക്സ് ചെയ്യാം. ഇതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയൊക്കെ ആവശ്യത്തിന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച കൂന്തലിട്ട് കൊടുക്കാം. ഞാനിവിടെ ക്ലീൻ ചെയ്ത 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂന്തൽ മസാലയായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൂന്തലിലെ വെള്ളമൊക്കെ നിറങ്ങി വരാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വേവിക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ വേവിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം കൂന്തലിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കൂന്തൽ കറിയായിട്ടാണ് വെക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തലൊക്കെ വെള്ളമായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വേവിക്കാം. ഇത് വെന്ത് വന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂന്തൽ വേവിക്കാൻ വെച്ചിട്ട് 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം നമുക്ക് മിക്സിയും കൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഈ കറി തിളച്ച് വരുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൂന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒട്ടും തന്നെ പണിയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്ര ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ അടിപൊളിയായിട്ട് കൂന്തൽ കറി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക.
ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജിയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വിഭവമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.